കഞ്ചാവ് ഇതിൻ്റെ പ്രവർത്തനം വ്യാപകമാവുകയാണ് കേരളത്തിൽ. അതിനെ തടയേണ്ടത് സർക്കാരിൻ്റെയാണ് മുഖ്യ ചുമതല. പ്രത്യേകിച്ച് ആഭ്യന്തര എക്സൈസ് വകുപ്പ് വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ദുരന്തം സമൂഹത്തിനെ മൊത്തം ബാധിക്കും. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നാളെ കൂടുതൽ മയക്കുമരുന്നിൻ്റെ ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ അയാൾ വയലൻ്റ് ആവും, കൊലപാതകം നടത്തും. ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളെ ആയിരിക്കും, അല്ലെങ്കിൽ സ്വന്തം മക്കളെ ആയിരിക്കും. ആ ഒരവസ്ഥയിൽ നിന്ന് സമൂഹത്തിനെ രക്ഷിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനുണ്ട്. അതോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അക്കാര്യത്തിൽ ഏതറ്റം വരെയും ഇക്കാര്യത്തിൽ സർക്കാരിനെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. സാർ, ഇപ്പോൾ ഡെയിലി ഒരു ന്യൂസ് എങ്കിലും കാണും ഇത്ര കിലോ പിടിച്ചിട്ടുണ്ടെന്നുള്ളത്. എവിടെ നിന്നായിരിക്കും ഇത് ഒരു സോഴ്സ്? എന്നിട്ടും എന്തുകൊണ്ട് കാലങ്ങളായിട്ട് ഈ റാക്കറ്റ് ഇവിടെ തളച്ചു വന്നത് അതിൻ്റെ ദോഷമാണ്. അത് എല്ലാ സീമകളെയും വിട്ട് കൊലപാതകങ്ങൾ, ഒരു കുടുംബത്തിൽ തന്നെ നടക്കുന്ന കൊലപാതകങ്ങളും സ്വന്തം സുഹൃത്തുക്കൾ പരസ്പരം വെട്ടിമരിക്കുന്ന ഒരു സാഹചര്യത്തിലെല്ലാം പിന്നിലെ പ്രധാന വില്ലൻ ഈ മയക്കുമരുന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു. അതിൽ ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട്. ഏത് പാർട്ടിയാണ് നോക്കുന്നത്, ആരാണോ ഇത് ഈ ലഹരി കടത്ത് നടത്തുന്നത്, അവർ ഏത് രാഷ്ട്രീയമാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കും. അക്കാര്യത്തിൽ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം. സാർ, അതോടൊപ്പം തന്നെ ഈ റാഗിങ്ങിനെ കുറിച്ച്, നമ്മുടെ കലാലയങ്ങളെ കുറിച്ച് അതിന്റെ ഒരിക്കലും റാഗിങ്ങിന്റെ ഇത് പാടില്ല. ഇപ്പൊ റാഗിങ്ങും ഇതിന്റെ മറ്റൊരു വശമാണ്. സാർ, അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു നമുക്ക് ഒരു പുതിയ സമൂഹത്തിനെ വളർത്തിയെടുക്കുന്നത് ഏറ്റവും കൂടുതൽ കോളേജുകളിൽ നിന്നാണ്. പുതിയൊരു തലമുറ സമൂഹം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ അവിടെയാണ് ചെലവഴിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടത് പൂർണ്ണമായിട്ടും ഒരു നിർത്തുന്നില്ല അങ്ങനെ ഒരു കാര്യം? റാഗിങ് നിയമം അനുസരിച്ച് നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും വയലേറ്റ് ചെയ്യും. ആ വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ ആക്ഷൻ. അങ്ങനെയുള്ള ഒരു സ്കൂളുകൾക്ക്, ആ സ്കൂൾ അധികൃതർക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു കോളേജ്, അതിന് ശക്തമായ നടപടികൾ വരുന്നുണ്ടോ? ഗവൺമെന്റ് സ്റ്റാൻഡ് എടുക്കണം. അപ്പൊ തന്നെ കൽപ്പറ്റയിൽ കണ്ടില്ലേ, കോളേജില് ഒരു കുട്ടീനെ, സിദ്ധാർത്ഥനെ കൊന്നു. അതെ, കുട്ടികൾ റാഗിങ്ങിന് വിധേയരാകുന്നതിൽ മരണപ്പെടുന്ന സാഹചര്യമാണ്. മുമ്പൊക്കെ റാഗിങ്ങിനെ കുറിച്ച് പരാതി വന്നപ്പോഴാണ് നിരോധിച്ചെങ്കിൽ ഇന്ന് റാഗിങ് മരണത്തിലേക്ക് നയിക്കുകയാണ്. ഇതെല്ലാം ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ പരാതിപ്പെട്ടാലും അധികൃതർ എന്തുകൊണ്ടായിരിക്കും ആക്ഷൻ എടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഈ കുഴപ്പത്തിന്റെ കാരണം? അപ്പോ ആക്ഷൻ എടുക്കേണ്ടവർക്കെതിരായിട്ടാണ് ആദ്യം നടപടി. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ, കുട്ടികൾക്ക് കലാലയങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ടോ? അവർ പഠിച്ചിറങ്ങുന്നതിന് ശേഷം മാത്രമായിരിക്കും? ആവശ്യമാണ്, രാഷ്ട്രീയ ദോഷമൊന്നുമില്ല. കാരണം ജനാധിപത്യത്തിൽ ചില ചില്ലറ ദോഷങ്ങളുണ്ട്. ജനാധിപത്യം മോശമാണോ? അല്ല, കോളേജുകളിൽ പഠിക്കാൻ പോകുന്നതല്ലേ. കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിച്ചാൽ മാനേജ്മെന്റുകളുടെ ഇംഗീതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി, അതാണ് ഏറ്റവും അപകടം. അതുകൊണ്ട് എല്ലാം നല്ല പാകത്തിനാണെങ്കിൽ കുഴപ്പമില്ല. ഈ മേൽത്തോട്ട് കളി നടത്താതിരുന്നാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ സാർ, താങ്ക് യു.